എല്ലാവർക്കും നമസ്കാരം. ദീപനൃത്ത കലാലയത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരതനാട്യത്തിന്റെ ബേസിക് അടവുകളും മറ്റുള്ള നൃത്ത പരിപാടികളും കോർത്തിണക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ എപ്പിസോഡുകൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ തരുന്ന പ്രതികരണം വളരെ വലുതാണ്. തുടർന്നും നിങ്ങളുടെ വാല്യുബിൾ സപ്പോർട്ട്സ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോ ഭരതനാട്യത്തിലെ ബേസിക് അടവുകളുടെ താളങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഓരോ അടവുകളുണ്ടല്ലോ, തട്ടടവ്, നാട്ടടവ്, ദിശാരു അടവ്, കുതിറ്റുമെട്ടടവ്, അങ്ങനെ ഓരോ അടവുകൾ. ഈ അടവുകളൊക്കെ ഏത് താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മിക്കവാറും ഇപ്പോൾ ഞാനൊക്കെ ഡാൻസ് പഠിച്ചിരിക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ അടവുകളെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് എന്നല്ലാതെ ഈ അടവ് ഏത് താളത്തിലാണ് വരിക എന്നുള്ളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഡാൻസ് ടീച്ചേഴ്സിന് കൂടെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കിടക്കാം. ഭരതനാട്യത്തിലെ ബേസിക് അടവുകളിലെ ആദ്യത്തെ അടവ് തട്ടടവ്. നമുക്കതിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. തട്ടടവ്. തട്ടടവ് 1ഉം 2ഉം സെയിം വായ്ത്താരിയാണ്. ആദ്യ താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തെയ്യ തെയ്. അത് തട്ടടവ് 1ലും തട്ടടവ് 2ലും സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ആദ്യ താളത്തിൽ ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ്, തേർഡ് സ്പീഡ് വരിക എന്നുള്ളത് നോക്കാം. ധളങ്ക് തക്ക ദിക്കു തക്കത്ത ദിങ്കിണ തും തെയ്യ തെയ് 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 താം. 1നും 2നും സെയിം വായ്ത്താരിയാണ്, സെയിം ചൊല്ലാണ്. ആദ്യ താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് തട്ടടവ് 3. തട്ടടവ് 3 രൂപകതാളത്തിലാണ്, ചതുരശ്രജാതി രൂപകതാളം. അപ്പോൾ തട്ടടവ് 3 എങ്ങനെയാണ് ഈ 3 സ്പീഡിലും 3 കാലത്തിലും വരുന്നു എന്നുള്ളത് നോക്കാം. തെയ്യ തെയ്യ തെയ്, അതാണ് ചൊല്ല് കേട്ടോ. തട്ടടവ് 3 ഒരു ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ഞാൻ ചെയ്യുന്നത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ധളങ്ക് തക്ക ദിക്കു തക്കത്ത ദിങ്കിണ തും തെയ്യ തെയ്യ തെയ് 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 താം. നെക്സ്റ്റ് തട്ടടവ് 4 ആണ്. ആദ്യ താളത്തിൽ തന്നെയാണ് ചൊല്ല് വരുന്നത്. തെയ്യ 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 തെയ്. അപ്ലൈ ചെയ്യാം. ആദ്യ താളത്തിലാണ്. ധളങ്ക് തക്ക ദിക്കു തക്കത്ത ദിങ്കിണ തും തെയ്യ 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 തെയ് 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 താം. നെക്സ്റ്റ് തട്ടടവ് 5 ആണ്. തെയ്യ തെയ്യ തെയ് തെയ് താം അല്ലെ. 1 2 പതുക്കെ, തെയ് തെയ് താം സ്പീഡിലാണ്. ഇതും ആദ്യ താളത്തിൽ തന്നെയാണ്. നോക്കാം. ധളങ്ക് തക്ക ദിക്കു തക്കത്ത ദിങ്കിണ തും തെയ്യ തെയ്യ തെയ് തെയ് താം 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 തെയ്യ തെയ് തെയ് താം തെയ്യ തെയ്യ തെയ് തെയ് താം തെയ്യ തെയ്യ തെയ് തെയ് താം താം. നെക്സ്റ്റ് തട്ടടവ് 6 ആണ്. തെയ് തെയ് താം തെയ് തെയ് താം. ഇതാണ് ചൊല്ല്. ആദ്യ താളത്തിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം. ധളങ്ക് തക്ക ദിക്കു തക്കത്ത ദിങ്കിണ തും തെയ് തെയ് താം
തെയ് തെയ് താം തെയ് തെയ് താം തെയ് തെയ് താം തെയ് തെയ് താം തെയ് തെയ് താം തെയ് തെയ് താം തെയ് തെയ് താം തെയ് തെയ് താം തെയ് തെയ് താം തെയ് തെയ് താം തെയ് തെയ് താം തെയ് തെയ് താം തെയ് തെയ് താം താം. നെക്സ്റ്റ് തട്ടടവ് 7 ആദ്യ താളത്തിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചൊല്ല് വരുന്നത് തെയ് തെയ് ത ക തെയ് തെയ് താം. അങ്ങനെയാണ് ചൊല്ല്. ആദ്യ താളത്തിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് നോക്കാം. ധളങ്ക് തക്ക ദിക്കു തക്കത്ത ദിഗിണത്തും തെയ് തെയ് ത ക തെയ് തെയ് താം തെയ് തെയ് ത ക തെയ് തെയ് താം തെയ് തെയ് ത ക തെയ് തെയ് താം തെയ് തെയ് തക്ക 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 തെയ് തെയ് താം താം. നെക്സ്റ്റ് തട്ടടവ് 8 രൂപകതാളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചതുരസ്രജാതി രൂപകതാളം. അതിന്റെ ചൊല്ല് വരുന്നത് തെയ് 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 ദി തി തെയ്. അതാണ് ചൊല്ല്. അതെങ്ങനെയാണ് രൂപകതാളത്തിൽ അപ്ലൈ ചെയ്യാന്ന് നോക്കാം. ഘളങ്ക് തക്ക ദിക്കു തക്കത്ത ദിഗിണ തും തെയ് 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 ദി തി തെയ് 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 താം. തട്ടടവ് 1 മുതൽ 8 വരെയുള്ള താളങ്ങൾ മനസ്സിലായല്ലോ. 1, 2, 4, 5, 6, 7 ആദ്യ താളത്തിലും 3, 8 രൂപകതാളത്തിലുമാണ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് നാട്ടടവ്. നാട്ടടവ് തട്ടടവ് പോലെ തന്നെ 8 അടവുകളുണ്ട്. എന്നാൽ 8 അടവിനും സെയിം ചൊല്ലാണ്. തെയ്യും തത്ത തെയ്യും ത. ഇതാണ് ചൊല്ല് വരുന്നത്. 8ഉം ആദ്യ താളത്തിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് ആ ഒരു ചൊല്ല് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് നോക്കാം. ഘളങ്ക് തക്ക ദിക്കു തക്കത്ത ദിഗിണ തും തെയ് യും ത ത തെയ് യും ത തെയ് യും ത ത തെയ് യും ത തെയ്യും തത്ത തെയ്യും 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 ത തത്ത തെയ്യും ത തെയ്യും തത്ത തെയ്യും ത തെയ്യും തത്ത തെയ്യും ത താം. ഇങ്ങനെയാണ് നാട്ടടവ് ആദ്യ താളത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഭരതനാട്യത്തിലെ അടുത്ത ബേസിക് അടവ് പരവലടവാണ്. അതിന് വിശാരു അടവ് അല്ലെങ്കിൽ അതിന്റെ ചൊല്ല് വെച്ച് താതെയ് തെയ്ത അടവ് എന്നും പറയാറുണ്ട്. താതെയ് തെയ്ത അടവ് അല്ലെങ്കിൽ പരവലടവ് 4 തരത്തിലാണ് ഉള്ളത്. ഈ 4 തരത്തിനും സെയിം ചൊല്ല് തന്നെയാണ്. താതെയ് തെയ്ത ദിത്തെയ് തെയ്ത. ഇതാണ് ചൊല്ല് വരുന്നത്. ആദ്യ താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആദ്യ താളത്തിൽ എങ്ങനെയാണ് പരവലടവ് അപ്ലൈ ചെയ്യാന്ന് നോക്കാം. ഘളങ്ക് തക്ക ദിക്കു തക്കത്ത ദിഗിണ തും ത തെയ് തെയ് ത ദി തെയ് തെയ് ത 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 താം. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് പരവലടവ് ആദ്യ താളത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ താളത്തിൽ ചൊല്ലേണ്ടത്. ഭരതനാട്യത്തിലെ അടുത്ത ബേസിക് അടവ് കുതിത്തുമെട്ടടവാണ്. തെയ്ഹ തെയ്ഹി അടവെന്നും പറയും. കുതിത്തുമെട്ടടവ് പ്രധാനമായിട്ടും 4 രീതിയിലാണുള്ളത്. ഈ 4 അടവുകളും ആദ്യ താളത്തിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ താളത്തിൽ കുതിത്തുമെട്ടടവ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് നോക്കാം. ആദ്യമേ അതിന്റെ ചൊല്ല് വരുന്നത് തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി എന്നാണ്. ഓക്കെ. അപ്പൊ ആദ്യ താളത്തിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് നോക്കാം. ഘളങ്ക് തക്ക ദിക്കു തക്കത്ത ദിഗിണ തും തെയ് ഹ തെയ് ഹി തെയ് ഹ തെയ് ഹി
തെയ്ഹ തെയ്ഹി 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 താം. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് കുതിത്തുമേട്ടടവ്. നാലിനും ഒരേ ചൊല്ല് തന്നെയാണ് കേട്ടോ. കുതിത്തുമേട്ടടവ് ആദ്യ താളത്തിൽ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഭരതനാട്യത്തിലെ ബേസിക് അടവുകളിലൊന്നായ വീശലടവാണ്. വീശലടവിന് കുത്തടവ് എന്ന് കൂടെ പറയും കേട്ടോ. അങ്ങനെ കൂടെ അതിന് പേരുണ്ട്. ഓക്കെ, വീശലടവ് 1 രൂപക താളത്തിലാണ്. എന്നാൽ 2, 3, 4 വരുന്നത് ആദ്യ താളത്തിലുമാണ്. അപ്പോൾ വീശലടവ് 1 എന്തുകൊണ്ടാണ് രൂപക താളത്തിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത് പഠിക്കുന്നവർക്കറിയാം, ദിത്തൈ ദിത്തൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം വരുന്നത് കൊണ്ടാണ് വീശലടവ് 1 രൂപക താളത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് എങ്ങനെയാണ് വീശലടവ് 1 എങ്ങനെയാണ് രൂപക താളത്തിൽ അപ്ലൈ ചെയ്യാന്ന് നോക്കാം. പിന്നെ അതിന്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് മാത്രമാണ് ദിത്തൈ ദിത്തൈ പറയാം, അല്ലെ? ചൊല്ല് വരുന്ന സമയത്ത് തത്തൈ താഹ ദിത്തൈ താഹ തത്തൈ താഹ ദിത്തൈ താഹ തത്തൈ താഹ ദിത്തൈ താഹ, അങ്ങനെ തന്നെയാണ് ചൊല്ല് വരുന്നത്. പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ദിത്തൈ ദിത്തൈ പറയുന്നത് കേട്ടോ. ഓക്കെ, വായ്ത്താരി മനസ്സിലായല്ലോ? അത് എങ്ങനെയാണ് രൂപക താളത്തിൽ അപ്ലൈ ചെയ്യാന്ന് നോക്കാം. ढलंक तक दिक्कु तक तदिंगी न तुम त तेई ता ह दी तेई ता ह क तेई ता ह दी तेई ता ह ता तेई ता ह दी तेई ता ह त तेई ता ह दी तेई ता ह त तेई ता ह दी तेई ता ह त तेई ता ह दी तेई ता ह तत्तेई ता ह दित्तेई ता ह दत्तेई ता ह दित्तेई ता ह तत्तेई 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 ता ह दित्तेई ता ह ता. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് വീശലടവ് 1 രൂപക താളത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വീശലടവ് 2, 3, 4 ഇത് 3ഉം ആദ്യ താളത്തിൽ തന്നെയാണ്. അതെങ്ങനെയാണ് വരിക എന്ന് കൂടെ നോക്കാം. ढलंक तक दिक्कु तक तदिंगी न तुम त तेई ता ह दी तेई ता ह 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 तत्तेई ता ह दित्तेई ता ह दत्तेई ता ह दित्तेई ता ह तेई ता ह दित्तेई ता ह तत्तेई ता ह दित्तेई ता ह ता. മനസ്സിലായല്ലോ? വീശലടവ് 1 ഒഴികെ ബാക്കി 3ഉം ആദ്യ താളത്തിലാണ്. വീശലടവ് 1 വരുന്നത് രൂപക താളത്തിലാണ്. നെക്സ്റ്റ് ഭരതനാട്യത്തിലെ ബേസിക് അടവുകളിലൊന്നായ പായ്ത്തലടവാണ്. പായ്ത്തലടവിന് പായ്ച്ചലടവ്, അതല്ലെങ്കിൽ അതിൻ്റെ ചൊല്ലിനടിസ്ഥാനമായി തത്തൈതാം അടവ് എന്ന് കൂടെ പറയും. ഓക്കെ, തത്തൈതാം ധിത്തൈതാം തത്തൈതാം ധിത്തൈതാം, ഇതാണ് പായ്ത്തലടവ് 1 മുതൽ 5 വരെ. 6 എണ്ണാണുള്ളത്. അതിൽ 1 മുതൽ 5 വരെയുള്ള ചൊല്ലാണ് ഈ പറഞ്ഞത്. ഇനി 6ാമത്തതിന്റെ ചൊല്ല് അവസാനത്തെ ചെറിയൊരു ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. തത്തൈതാം ദിത്തൈതാം തത്തൈതാം ദിത്തിത്തൈ. 6ാമത്തതിന് അവസാനം ദിത്തിത്തൈ പറയും. പക്ഷെ 1 മുതൽ 6 വരെയുള്ള ഈ അടവുകളൊക്കെ ആദ്യ താളത്തിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള പായ്ത്തലടവിലെ ചൊല്ലാണ് ആദ്യ താളത്തിൽ ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ढलंक तक दिक्कु तक तदिंगी न तुम त तेई ताम दी तेई ताम त तेई ताम दी तेई
താം ത തൈ താം ദി തൈ താം ത തൈ താം ദി തൈ താം തത്തൈ താം ദിത്തൈ താം തത്തൈ താം ദിത്തൈ താം തത്തൈ താം ദിത്തൈ താം തത്തൈ താം ദിത്തൈ താം താം. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് പായത്തിലടവ് 1 മുതൽ 5 വരെയുള്ള ചൊല്ല് ആദ്യ താളത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ആറാമത്തത് ഞാൻ പറഞ്ഞല്ലോ, അവസാനത്തെ ഭാഗത്തിൽ വരുന്നത് ദിത്തിത്തയാണ്. അതുകൂടെ നോക്കാം. ദളങ്ക് തക്ക ദിക്കു തക്ക തദിങ്കിന തും ത തൈ താം ദി തൈ താം ത തൈ താം ദ ത തൈ ത തൈ താം ദി തൈ താം ത തൈ താം ദ ത തൈ തത്തൈ താം ദിത്തൈ താം തത്തൈ താം ദിത്തൈ തത്തൈ താം ദിത്തൈ താം തത്തൈ താം ദിത്തൈ താം. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് പായത്തലടവ് 1 മുതൽ 6 വരെയുള്ള അടവുകൾ ആദ്യ താളത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. അടുത്ത അടവ് എന്ന് പറയുന്നത് ഉത്പ്ലവനം അടവാണ്. ഉത്പ്ലവനം അടവ് 2 രീതിയിലാണുള്ളത്. രണ്ടിനും സെയിം ചൊല്ല് തന്നെയാണ്. ആദ്യ താളത്തിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദി തെയ്യും തൈ ദി തെയ്യും തൈ, ഇതാണ് ചൊല്ല് വരുന്നത്. ആദ്യ താളത്തിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് നോക്കാം. ദളങ്ക് തക്ക ദിക്കു തക്ക തദിങ്കിന തും ദി തെയ്യും തൈ 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 ദി തെയ്യും ദി തെയ്യും ദി തെയ്യും തൈ ദി തെയ്യും ദി തെയ്യും ദി തെയ്യും തൈ താം. 2 രീതിയിലാണ് ഉത്പ്ലവനം അടവുള്ളത്. രണ്ടിനും സെയിം ചൊല്ല് തന്നെയാണ് വരുന്നത്. ആദ്യ താളത്തിൽ എങ്ങനെയാണ് ഉത്പ്ലവനം അടവ് അപ്ലൈ ചെയ്യാന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് അടുത്ത അടവ് എന്ന് പറയുന്നത് മണ്ടി അടവാണ്. മണ്ടി അടവ് പ്രധാനമായിട്ടും 2 രീതിയിലാണ് ഉള്ളത്. ഇത് 2 അടവുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചതുരശ്രജാതി രൂപക താളത്തിലാണ്. മണ്ടി അടവിന്റെ ചൊല്ല് വരുന്നത് താങ് കിട്ട തത്ത ധിന്ന താങ് കിട്ട തത്ത ധിന്ന. ഇതാണ് മണ്ടി അടവിന്റെ ചൊല്ല് വരുന്നത്. ഈ ചൊല്ല് എങ്ങനെയാണ് രൂപക താളത്തിൽ അപ്ലൈ ചെയ്യാന്ന് നോക്കാം. ദളങ്ക് തക്ക ദിക്കു തക്ക തദിങ്കിന തും താങ് കിട്ട ത ധിന്ന താങ് കിട്ട ത ധിന്ന താങ് കിട്ട തത്ത ധിന്ന താങ് കിട്ട തത്ത ധിന്ന താങ് കിട്ട തത്ത ധിന്ന താങ് കിട്ട തത്ത ധിന്ന താങ്കിട 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 തത്ത ധിന്ന താം. മനസ്സിലായല്ലോ? 2 അടവുകളും ഈ സെയിം ചൊല്ലിൽ തന്നെയാണ്, രൂപകതാളത്തിൽ തന്നെയാണ് 2 അടവുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത അടവ് എന്ന് പറയുന്നത് തീരുമാനമടവാണ്. തീരുമാനമടവ് പ്രധാനമായിട്ടും 2 രീതിയിലാണുള്ളത്. തദ്യം കിണ്ണത്തും കിടതക തരികിടതും, ഇത് രണ്ടുമാണ് അതിൻ്റെ ചൊല്ല് വരുന്നത്. ഈ തീരുമാനമടവ് 2 എണ്ണവും രൂപകതാളത്തിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ തീരുമാനമടവ് നമ്മൾ 1 പറയുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ താഹത്ത ജംതരിത എന്ന് പറയുന്ന അടവ് കൂടെ പരിചയപ്പെടണം. ഈ താഹത്ത ജംതരിത അടവ് തീരുമാനമടവിന്റെ കൂടെയാണ് ഉണ്ടാവുക. അപ്പൊ തീരുമാനമടവ് പറയുന്ന സമയത്ത് ഈ താഹത്ത ജംതരിത അടവ് കൂടെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാം. അപ്പൊ 1ാമത്തെ അടവ് വരുന്നത് തദ്ദിങ്കിട്ടത്തും തദ്ദിങ്കിണ്ണത്തും തക്ക തദ്ദിങ്കിണ്ണത്തും തക്ക ദിക്കു തദ്ദിങ്കിണ്ണത്തും. അതിന്റെ കൂടെയാണ് ഈ താഹത്ത ജംതരിത അടവ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് രൂപക താളത്തിൽ അപ്ലൈ ചെയ്യാന്നുള്ളത്. ദളങ്ക് തക്ക ദിക്കു തക്ക തദിങ്കിന തും ത ഹത്ത ജം തരി ത ജം തരി ജ ക തരി തൈ തദിങ്കിന തും തക്ക തദിങ്കിന തും തക്ക ദിക്കു ദിങ്കിന തും ത ഹത്ത ജം തരി ത ജം തരി ജക്ക തരി തൈ തദ്ദിങ്കിന തും തക്ക തദ്ദിങ്കിന തും
തക്ക ദിക്കു തദ്ദിങ്കിണ്ണ തും താഹ തജം തെരി ത ജം തെരി ജക തെരി തേ തദിങ്കിണ്ണ തും തക്ക തദിങ്കിണ്ണ തും തക്ക ദിക്കു തദിങ്കിണ്ണ തും താഹ തജം തെരി ത ജം തെരി ജക തെരി തേ തദിങ്കിണ്ണ തും തക്ക തദിങ്കിണ്ണ തും തക്ക ദിക്കു തദിങ്കിണ്ണ തും താ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് തീരുമാനമടവിലെ രണ്ടാമത്തെ അടവാണ് കിട്ടത്തക്ക ധരി കിട്ടത്തും. രൂപകതാളത്തിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണ് രൂപകതാളത്തിൽ വരുവാന്ന് നോക്കാം. ും കിട്ടത്തക്ക കിട്ടത്തും കിട്ടത്തക്ക കിട്ടത്തും തക്ക ദിക്കു കിട്ടത്തക്ക കിട്ടത്തും കിട്ടത്തക്ക കിട്ടത്തും കിട്ടത്തക്ക കിട്ടത്തും തക്ക ദിക്കു കിട്ടത്തക്ക കിട്ടത്തും കിടതകതരി കിടത്തും കിടതകതരി കിടത്തും തക്ക ദിക്കു കിടതകതരി കിടത്തും കിടതകതരി കിടത്തും കിടതകതരി കിടത്തും തക്ക ദിക്കു കിടതകതരി കിടത്തും താം. ഇങ്ങനെയാണ് തീരുമാനമടവ് രൂപകതാളത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. അടുത്ത അടവ് എന്ന് പറയുന്നത് ചില്ലടവാണ്. തെയ്യ തെയ്യി, ഇതാണ് ചില്ലടവിന്റെ ചൊല്ല് വരുന്നത്. ആദ്യ താളത്തിൽ തന്നെയാണ് ചില്ലടവ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ താളത്തിൽ എങ്ങനെയാണ് ചില്ലടവിന്റെ ചൊല്ല് അപ്ലൈ ചെയ്യാന്ന് നോക്കാം. വെള്ളങ്ക് തക്ക ദിക്കു തക്കത്ത ദിങ്കിണ തും തെയ്യ തെയ്യി 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 തെയ്യി തെയ്യ തെയ്യി തെയ്യ തെയ്യി തെയ്യ തെയ്യി താം. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ചില്ലടവിന്റെ ചൊല്ല് ആദ്യ താളത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തതായി സരുക്കൽ അടവാണ്. സരുക്കൽ അടവിന്റെ ചൊല്ല് ഞാൻ പറയുന്നില്ല, കാരണം മണ്ടി അടവിൽ വരുന്ന സെയിം ചൊല്ല് തന്നെയാണ് സരുക്കൽ അടവിൽ വരുന്നത്. തങ്കിട്ട തത്ത ദിന്ന തങ്കിട്ട തത്ത ദിന്ന. അപ്പോ മണ്ടിയടവ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രൂപകതാളത്തിലായിരുന്നു. അതുപോലെ തന്നെ സരുക്കലടവും രൂപകതാളത്തിൽ തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും അടവുകളാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് എത്തിക്കുന്നത്. ഈ അടവുകളെ കുറിച്ചിട്ട് ഈ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നൃത്തം പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുമായിട്ടും മറ്റുള്ള നൃത്ത പരിപാടികളുമായിട്ടും വരും ദിവസങ്ങളിൽ കാണാം. വീഡിയോയുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. വരും ദിവസങ്ങളിൽ കാണാം. നന്ദി.